ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ബൈപ്പാസിൽ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ മേലെയായി റിഫ്ലക്റ്റീവ് സ്റ്റഡുകൾ സ്ഥാപിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡിൻ്റെ കാഴ്ചകളും അതുപോലെ വേങ്ങേരിയിലെയും വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെയും ഒക്കെ അവിടുത്തെ പുതിയ അപ്ഡേറ്റുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നൽകുക. 6 വരി ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ മേലെയാണ് റിഫ്ലക്റ്റീവ് സ്റ്റഡുകൾ സ്ഥാപിക്കുന്നത്. 70% ബൈപ്പാസിൽ ലൈൻ മാർക്ക് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതിൽ ഏറ്റവും വേഗത്തിൽ വർക്കുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിലാണ്. തുടക്കത്തിലെ മെല്ലെപ്പോക്കിന് ശേഷം KMC കമ്പനി ഉഷാറായാണ് ക്ലൈമാക്സിലേക്ക് കടക്കുന്നത്. ഇതാണ് റിഫ്ലക്റ്റീവ് പ്ലാസ്റ്റിക് റോഡ് സ്റ്റഡ്. രാത്രി ലൈൻ കാണാത്ത പ്രശ്നത്തിന് പരിഹാരമായാണ് ഈ ഒരു സ്റ്റഡുകൾ സ്ഥാപിക്കുന്നത്. 3 നിറത്തിലാണ് ഈ സ്റ്റഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്: റെഡ്, വൈറ്റ്, യെല്ലോ. 3 വരി പാതയിലെ സെൻറ്ററിലെ 2 ലൈനുകളിലും വൈറ്റ് സ്റ്റഡാണ്. ഡിവൈഡറിനോട് ചേർന്നിട്ടുള്ള സൈഡ് മഞ്ഞ നിറത്തിലുള്ള സ്റ്റഡാണ്. സൈഡ് വാളിനോട് ചേർന്ന് റെഡ് കളറും. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇതുവരെയും കത്താത്തതുകൊണ്ട് തന്നെ രാത്രിയിൽ വണ്ടിയിൽ പോകുമ്പോൾ അടിപൊളി കാഴ്ചയാണ് ഈ സ്റ്റഡുകളുടെ റിഫ്ലക്റ്റീവ് ആവുമ്പോൾ കിട്ടുന്നത്. വീഡിയോയിൽ അത്ര കറക്റ്റായി ഇതിൻ്റെ വെളിച്ചം കിട്ടുന്നില്ല. സഞ്ചരിക്കുമ്പോൾ ഒരു സൈഡിൽ റെഡ് ലൈൻ, മറ്റേ സൈഡിൽ യെല്ലോ, സെൻറ്റർ ഭാഗത്ത് 2 വൈറ്റ്. അതാണ് രാത്രി കാഴ്ച. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്തുള്ള വിട്ടുള്ള ലൈൻ കണ്ടില്ലേ? ഓരോ 4 ലൈൻ കഴിയുമ്പോഴാണ് ഈ സ്റ്റഡുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവ സ്ഥാപിക്കുന്നതൊന്ന് കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് കഴിയുന്ന വർക്കാണ്. മലയാളീസാണ് കേട്ടോ ഈ വർക്കൊക്കെ എടുക്കുന്നത്. നേരത്തെ ലൈൻ മാർക്കിംഗ് ഒക്കെ തമിഴന്മാരായിരുന്നു. ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം സൈഡിലൊക്കെ ഈ സ്റ്റഡ് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേങ്ങേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ സ്റ്റഡിൻ്റെ കാഴ്ചകൾ കാണിച്ചത് മകവൂർ ആ ഭാഗത്ത് നിന്നാണ്. സ്റ്റഡുകൾ ഒരുവിധം എല്ലാ ഭാഗത്തും സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊണ്ടയാട്, അതുപോലെ ഹൈലൈറ്റ് മാൾ, ഫ്ലൈ ഓവർ, അവിടെയൊക്കെ ഈ സ്റ്റഡുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേങ്ങേരി ഓവർപാസിൻ്റെ അവശേഷിക്കുന്ന ഗർഡർ ലോഞ്ചിങ് മുഴുവനായും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഷീറ്റ് ഇടുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി ആവുന്നതോടുകൂടി വേങ്ങേരി ഓവർപാസിൻ്റെ വർക്ക് 2 വർഷം പിന്നിടുകയാണ് കേട്ടോ. മുഴുവനായുമുള്ള വർക്ക് തീരാൻ ഇനിയും ഒരു 1.5-2 മാസം കൂടി വേണ്ടി വരും. അടുത്തതായി നമ്മൾ വെങ്ങളം ഫ്ലൈ ഓവറിലേക്കാണ്. വെങ്ങളം എലവേറ്റഡ് ഹൈവേ ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ബൈപ്പാസിലെ ഏറ്റവും വലിയ 2ാമത്തെ പാലമാണ് ഈ ഒരു വെങ്ങളം ഫ്ലൈ ഓവർ. രാമനാട്ടുകര, പന്തിരങ്കാവ്, പാലായി, തൊണ്ടയാട്, പൂളാടിക്കുന്ന്, വെങ്ങളം എന്നിവിടങ്ങളിലാണ് ജംഗ്ഷനുകൾക്ക് മുകളിലൂടെയുള്ള ഫ്ലൈ ഓവറുകൾ ബൈപ്പാസിലുള്ളത്. പിന്നെ 4 പേപ്പാലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. വെങ്ങളം ഫ്ലൈ ഓവറും ടാറിങ് അവസാനിച്ചിട്ടുണ്ട്.
പക്ഷേ ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗം അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിയുന്നതോടെ ഈ പാലവും തുറന്നു കൊടുക്കും. അപ്പുറം വാഗാടിൻ്റെ വർക്ക് അത്രമേൽ എവിടെയും എത്താത്തത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെ വർക്ക് തീർത്തിട്ടും കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കയറേണ്ടി വരും. എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇനി നടക്കാനുണ്ട്. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ തീരും മുന്നേ തന്നെ ലൈൻ മാർക്ക് പെയിൻറ്റിംഗ് ഒക്കെ നടക്കും. ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാവുന്നതോടെ ബംഗളം ഭാഗത്തിൻ്റെ മുഖച്ഛായ തന്നെ ഒന്ന് മാറും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി തിരുത്തി തരിക.